അതായത് ഭൂമി കുലുക്കാണോന്ന് അറിയാൻ പാടില്ല. മൊത്തം ഇതൊന്ന് കുലുങ്ങി കാര്യത്തിൽ. ഞാൻ എന്നിട്ട് എനിക്ക് തോന്നിയതാണോന്ന് അറിയാൻ ബാത്റൂമിൽ ചെന്നപ്പോൾ ഇത് ഈ സാധനമൊക്കെ കിടന്ന ആടുണ്ടായിരുന്നു. ഇത് ക്ലോസറ്റിലെ വെള്ളമൊക്കെ ഇങ്ങനെ എന്താ ചെറിയ ടെൻഷൻ എനിക്ക് തോന്നിയതാണോ? വേറെ ആർക്കും ഒരു പ്രശ്നമില്ല. ചോദിക്കാനും പറയാനും ആരും റൂമിലും ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? മിണ്ടാതെ കിടന്നുറങ്ങാലേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ അറിയാം. ഇവിടെ ആണെങ്കിൽ പറ്റും. ആരെയും കാണാനില്ല. അത് ചന്ദ്രൻ മാത്രം ഉണ്ട് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണു. ചെറിയ പേടിയുണ്ട്, പക്ഷെ പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് ത്രില്ലുണ്ട്. ഞാൻ നോക്കിയിട്ടേ ഇതെന്താ സംഭവം നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ ഞാൻ പറയാം. ഗൈസ്, അത് എർത്ത് തന്നെയായിരുന്നു. ഞാൻ ഇപ്പോൾ ഇത് ഗൂഗിളിൽ അടിച്ചു നോക്കി. എർത്ത് നിയർ മീ. ഞാൻ ഏത്തൻസിലായിരിക്കണം. ഈ സാധനം ഉണ്ടോ 4 മിനിറ്റ് മുന്നേ എന്നെ ഇരിക്കണ സെറ്റില്ല. അത് അല്ല, നമുക്ക് ഇത് ബ്രേക്കിംഗ് ന്യൂസൊക്കെ ഉണ്ട്. ഇത് വേറെന്തോ സാധനം കേട്ടോ, ഫ്യൂണറൽ എന്നൊക്കെ വേറെ മനുഷ്യനെ പഠിപ്പിക്കുക. ബ്രേക്കിംഗ് ന്യൂസ് സെപ്റ്റംബർ 9. ഇന്ന് 9 തന്നെയല്ലേ? സെപ്റ്റംബർ 9 ഇവിടെ 12:48. അങ്ങനെ ആദ്യമായിട്ട് ജീവിതത്തിൽ എർത്ത് കിട്ടി മരിക്കാതെ. ത്രില്ലടിക്കണോ അതോ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. എന്നാലും ചത്തില്ല, മിണ്ടാ കിടന്നുറങ്ങാല്ലേ. ശരി, നാളെ രാവിലെ 6 മണിക്ക് പണിക്ക് പോകണം. 1 മണിയായി. ശരി, ഗുഡ് നൈറ്റ്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൂസാണ്. ഇപ്പം കിട്ടിയാനെ ഇന്ന് നമ്മൾ ക്രൂസിലാണ്. ക്രൂസിൽ ഓടിക്കേറിയുണ്ട്. സീനിയർ സ്പീഡാണ് ഗൈസ്. ഇതാണ് നമ്മളിപ്പോൾ വന്ന എന്താ സാധനത്തിൻ്റെ പേര്, ഫെറി. ഇതാണ് ഇതിൻ്റെ എന്താ അത് സ്ഥലം, ഹൈഡ്ര. നമ്മളിപ്പോൾ ഹൈഡ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡിലാണ്, ഗ്രീസിൽ. ഇപ്പോൾ ഫെറിയൊക്കെ കയറിയിട്ട് അമ്മേ ഒരു തക്കാശി കേസിൽ പോയ കുട്ടിങ്ങളുടെ ദൈവം അവിടെ കയറിക്കേണ്ടി വരും. നമ്മളങ്ങനെ അവസാനം മറ്റേ സാധനത്തിലെത്തിക്കുകയാണ്. എന്താ അതിൻ്റെ പേര്? ഹൈഡ്ര. അതന്നെ. കുറേ നേരം കറങ്ങി. നല്ല സ്ഥലം, നല്ല സ്ഥലം. അത്ര തന്നെ, നമുക്ക് കറങ്ങി കാണാം. തുമ്മോട്ടെ രാജകീയ പൂച്ചകളാണ് ഇത്. എല്ലാവരും വന്ന് ഫോട്ടോ ഒക്കെ അതിനനുസരിച്ച് പോസ്റ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചത്തതാണ്. ഇതെന്താണ് ഇങ്ങീട്ടാണ് നിങ്ങൾ കണ്ട? ഞാൻ കണ്ടു ഇങ്ങീട്ട്. ശരിയൊക്കെ ചെറുതായിട്ട് നമുക്കിനി മുന്നോട്ട് പോകാം. കപ്പൽ സ്കൂട്ട്. ഇതിൻ്റെ ഇടയിൽ ഈ ചങ്ങായി എന്താ ചെയ്യുന്നത് ഇവിടെ? വർക്കൗട്ടാണോ? ഗ്രീസിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്നറിയോ? എല്ലായിടത്തും ഇതേമാതിരത്തെ മല. ഇതിൻ്റെ മേലെ ഇതേ ടെക്സ്ചർ. ഇവിടെ മാത്രം ഇപ്പോൾ എന്തോ ഒരു ഐലൻഡ് ആയതുകൊണ്ടാണോ തോന്നുന്നത്. ഇതിൻ്റെ മാത്രം മേലെ മാത്രം മറ്റേ എംപയറൊക്കെ ഇല്ലേ, ഗ്രീക്കിൻ്റെ ആ സാധനങ്ങളൊന്നും ഇല്ലാത്തത്. അല്ലെങ്കിൽ ഇതിൻ്റെ മേലെ ഉണ്ട്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അതെനിക്ക് മനസ്സിലായില്ല, മറന്നു. നമ്മൾ ഹിസ്റ്ററിയിൽ പണ്ടേ വീക്കാണല്ലോ, ക്ലാസ്സിൽ പഠിപ്പിച്ച സമയത്ത് പഠിക്കൊന്നുമില്ല. അപ്പം അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ. ഇത് ഐലൻഡാണ്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഇവിടെ വന്ന ബോട്ടുകളുടെയും ഇത് സാധനങ്ങളുടെയൊക്കെ ഈ സാധനങ്ങൾ ഇങ്ങനെ ഇറക്കണത്. മറ്റേ യൂറോപ്പിൽ കുറേ രാജ്യങ്ങളിൽ ഇതേ ലാൻഡ്സ്കേപ്പാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ ഇങ്ങനെ മല ഇങ്ങനത്തെ വീടുകൾ. പക്ഷെ ഞാൻ ഗ്രീസിൽ മാത്രം ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. കാരണം ഞാൻ ഗ്രീസിൽ മാത്രം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ പോയിട്ടുള്ള പാരീസും പിന്നെന്തായിരുന്നു സ്പെയിന്, അവിടെ ഒന്നും ഇങ്ങനെയല്ല. ഇറ്റലി അവിടെ ഒന്നും ഇങ്ങനെയല്ല. സ്വിറ്റ്സർലാൻഡൊക്കെ വേറെ സാധനം. പക്ഷെ അപ്പം ഇവിടെ ഇങ്ങനത്തെ ഒരു രസം കേട്ടോ. ഫുള്ള് അവിടെ ചാടാൻ വേണ്ടി നിൽക്കണില്ല. അവന്മാരൊക്കെ ഇവിടെ കൂടെ പോകാൻ
ആരത്തിനും മാരത്തിനും മാരത്തിനും മാരത്തി ഒഴിഞ്ഞവർ ആടിത്തുള്ളി തമ്മി തല്ലി തല തല്ലും. ആരത്തിനും മാരത്തിനും മരത്തിനും 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 മരമണ്ടയണിഞ്ഞൊരുങ്ങി കൂട്ടായി കൂടെ കുരുങ്ങി വക്കാലുക്കി ചുറ്റിപ്പറ്റി നാവിലെ വെള്ളം പറ്റി പിരി വെട്ടി കൊച്ചു കുട്ടി പോട്ടെ കേറി പോട്ടെ വെച്ചപ്പോൾ മുറ്റുകാട്ടി മികച്ചവനെ വെറുപ്പിക്കല്ലേ. എന്തു വിധി എന്റെ സ്ഥിതി നീ അങ്ങാടങ്ങ് ഗണിക്കല്ലേ. എന്റെ കൂടെ വന്നില്ല പിന്നെ ഒരു പൊടിക്ക് വേണ്ടി അടിച്ചില്ല. ഏതാ മൂട് നോക്ക്. ഇവിടെ കിടന്നു തുടങ്ങി മറിഞ്ഞാൽ ഒരൊച്ചയാണ്. പൂച്ച സാർ ഇതിന് ഗ്രീക്ക് ഭാഷയിൽ എങ്ങനെയാണോ വിളിക്കുക? പണി പാളിയോ ഉണ്ടായിരിക്കാം. വിടുക ഓക്കെ. ഒരു കാര്യമില്ല, വെറുതെ ഫ്രെയിം കണ്ടപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വെക്കാൻ തോന്നി. ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് തന്നു, പക്ഷേ പാട്ട് ആരും കേട്ടിരിക്കില്ല. അതിൽ നല്ല എൻ്റെ വോക്കൽ ഇങ്ങനെ സംസാരിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരങ്ങൾ എല്ലാവരും ഇരിക്കില്ല എന്ന് വിചാരിക്കണു. അത്ര തന്നെ ഉള്ളൂ. ശരി. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഇവിടെ ആയിരുന്നു, ഈ ഏരിയയിലായിരുന്നു ഇരുന്ന് പുളയുണ്ടായിരുന്നു. ഇനി നമ്മൾ കഴിഞ്ഞ ബോട്ടൊക്കെ പോകുന്നുണ്ടോ, നല്ലൊരു ഏരിയ ആയിരുന്നു. ഇനി നമ്മൾ ഇവിടുന്ന് അവിടെ ചെന്നൊരു ബോട്ടിൽ തിരിച്ചു പോകും. എന്തൊക്കെയോ നടന്നു, ഞാൻ കുറേ നടന്നു. ചേച്ചി ഒന്ന് മാറും. ഒരു ചേച്ചി നോക്കി നമ്മളവിടെ IFF കേക്കൊക്കെ പോകണ മാതിരി പോണ്. ആ സഞ്ചിയൊക്കെ തൂക്കിയിട്ട്. കുറച്ച് നേരം കൂടി ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലോ ആ സാധനമൊക്കെ ഗോൾഡ് കളർ, ആ മലയൊക്കെ അങ്ങനെ ഗോൾഡ് കളറായി തടഞ്ഞിട്ടുണ്ടാവും. മറ്റേ കുറച്ച് നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സമയത്ത് അറിയോ, ഒരു 6 മണിക്ക്. ഇവിടെ പണ്ടാറം സൂര്യൻ പോകണമെങ്കിൽ 8-8:45 വേണം. അപ്പം അതുകൊണ്ട് ഇതെങ്ങനെ കണ്ട എല്ലാവരും ചോറിനാവുന്നിരിക്കണല്ലോ. ഏതാ മൂഡ്? അയ്യോ, ആ മൂടല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ മൂഡ്. ഇവിടെ വന്നിരിക്കണമെങ്കിൽ അമ്മച്ചീനെ പിടിച്ചിട്ടുണ്ടാവും. അതായത് കണ്ട ഈ സാധനം കണ്ടോ, ഇതെന്തത്? ഞാൻ കറണ്ട് കമ്പിയാണ് ചോദിച്ചു. അത് മറ്റേ തുണി ഉണക്കാരണ കമ്പിയാണ്. അപ്പം അതാണ് ചോദിച്ചത്. നമ്മുടെ ഹൈഡ്ര ട്രിപ്പ് കഴിഞ്ഞു. ഹൈഡ്ര ഇന്നത്തോടെ ഇന്നൊരു ദിവസം ഹൈഡ്ര. ഇനി നാളെ മിക്കണോസ് എന്ന് പറഞ്ഞൊരു ഐലൻഡിലേക്കാണ് നമ്മൾ. അത് പാർട്ടി ഐലൻഡാണെന്നാണ് ഇവർ പറയുന്നത്. സീന് പാർട്ടിക്കാരും ഉണ്ടാകുന്ന ഇവിടേക്ക് ഫുൾ പോട്ട്. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വ്യൂ. ഈ അമ്മൂമ്മമാരെ കണ്ടോ ചില്ലി അമ്മ നിൽക്കുക. നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ വരണം. മറ്റേത് കിട്ടില്ലേ, ഇത് റിട്ടയറായി കഴിഞ്ഞാൽ വരണം. മറ്റേ റിട്ടയറായി കഴിഞ്ഞാൽ പിള്ളേരെ നോക്കി പിള്ളേരെയും വെറുപ്പിച്ച് പിള്ളേരുടെ വെറുപ്പിക്കലും കിട്ടി ഇരിക്കുന്നതിനേക്കാളും നല്ല എല്ലാവരും കൂടി ട്രിപ്പ് ഇങ്ങനെ വരണം. തായ്ലൻഡൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പൂപ്പന്മാരെ കാണാൻ ദൈവേ സീനാണ്. ഇതിൻ്റെ ബാഗിൽ പാട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിങ്ങൾ കേൾക്കില്ലേ ഈ ബാഗ് ഊരി പോയിട്ട്. ഈ നായിൻ്റെ മക്കൾ രാവിലെ മുതൽ കിടക്കുന്നതാണ് പറയാം. പക്ഷേ ഒരനക്കെങ്കിലും ഇത് കണ്ടോ, ഇത് ഇവിടെ ഇരുന്ന് കിടക്കണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ല, രാവിലെ ഞാൻ അത് വെയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് വന്ന് കിടന്നു. എന്തൊരു പൂച്ചകളാണിത്. റെഡി വേണ്ട ഇതേമാതിരി ഡെഡ് കാറ്റ് ഫറാണിത്. രാവിലെ വരുമ്പോഴേ ആരൊക്കെയോ ഇതിനെ കണ്ടിട്ട് കഴുതാന്നൊക്കെ പറയണ്ടായിരുന്നു, ഈ കുതിരേനെ കണ്ടിട്ട്. അത് ഏത് കഴുതയാണ് അത് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു. വേണ്ട അടുത്ത് കൂടെ പോണ്ടല്ലേ, ചവിട്ടിട്ടു. ചവിട്ടില്ലേ അമ്മീ ഇപ്പം കിട്ടിയില്ല. ചെറുത് അതിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരൊച്ചുണ്ടാക്കിയിരിക്കുക. ഞാൻ വിചാരിച്ചു അയാൾ ഡെഡ്. അതെങ്ങനെ പോണു? അയ്യോ പിന്നെ അടുത്ത് കൂടെ. അതായത് ഈ മുന്നിൽ പോണവരൊക്കെ ഉണ്ടല്ലോ, കുറച്ച് പേരൊക്കെ എൻ്റെ കൂടെ വന്നതാണ്. ഈ മറ്റേ തീർച്ചയാക്കണം മറ്റേ ചുരിദാറും അങ്ങനെ കിട്ടുന്നുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ വന്നതാണ്. വെള്ളക്കാരി നമ്മുടെ കൂടെ അല്ല കേട്ടോ, ഓരൊക്കെ ഇവിടെ ഉള്ളതായി. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലായില്ലേ, അത്രേ ഉള്ളൂ. നമ്മ വണ്ടി വന്നിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇതിൽ കയറി പോകണം. പണ്ടാറും ഇപ്പം മറ്റേ ഇത് കഴിയാനായിട്ടാ സ്റ്റോറേജ്. ഇനി ബാക്കിയൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഐ മീൻ നാളത്തേക്ക് കാണാം. ഞാൻ ഒന്ന് കുറേ കോപ്പി ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. അതല്ലാതെ മോനെ ആ സാധനങ്ങൾ നോക്കിയൊക്കെ ജാതില്ലാതെ മൂട്ട് മോനെ ആ ഷോട്ടൊന്നും നോക്ക്. പണ്ടാറടക്കാൻ എന്താണ് സൺസെറ്റ് നോക്കി തൻ്റെ ഫ്രെയിമിലെങ്ങാനും കയറി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും വെറുതെ പറയാലോ മോനെ.
ടഫ് കഴിട്ടോ നമ്മളിറങ്ങി ആ സൂര്യ അസ്തമിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എത്താം. അതും ഈ വെള്ളത്തിൽ വീണ് ബ്ലും ഒച്ച ഉണ്ടാക്കാതെ. അതാണ് ടാസ്ക്. ഇവരൊക്കെ ഈ സൺസെറ്റ് സമയത്ത് ഈ ടേബിൾ ബുക്ക് ചെയ്യാൻ വേണ്ടി എത്ര റുപ്യ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ?